ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ആൻ ഇലക്ട്രിക് ഹീറ്റർ പ്രൊഡ്യൂസ് ദിസ് നമ്പർ ഓഫ് ജൂൾസ് ഓഫ് ഹീറ്റ് എനർജി വെൻ ഓപ്പറേറ്റഡ് ഫോർ 5 മിനിറ്റ്സ്. 5 മിനിറ്റ് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ഇത്ര ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്തെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കണം, തൊട്ട് മുമ്പ് വരെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ കംപ്ലീറ്റും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് ഹീറ്റ് എനർജിയായിരുന്നു. എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഹീറ്റ് എനർജി എന്ന് പറയുന്ന എനർജിയെ ജൂളിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഹീറ്റ് എനർജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. H ഈക്വൽ ടു ജൂൾ എന്നുള്ള ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി വെൻ ഓപ്പറേറ്റഡ് ഫോർ 5 മിനിറ്റ്സ്, അപ്പോൾ 5 മിനിറ്റാണ് ഓപ്പറേറ്റ് ചെയ്തപ്പോഴാണ് ഇത്ര എനർജി നമുക്ക് കിട്ടിയത്. അപ്പോൾ 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 60 ചെയ്യുന്നു. നമ്മൾ എത്ര സെക്കൻഡ് കിട്ടുന്നു? 300 സെക്കൻഡ് കിട്ടുന്നു. ഓക്കെ, ഇവിടെ ചോദ്യം ഇതാണ്, വാട്ട് വുഡ് ബി ദ പവർ ഓഫ് ദിസ് ഹീറ്റർ? ഈ ഹീറ്ററിൻ്റെ പവർ എത്രയാണെന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അപ്പോൾ നമുക്കറിയാം പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് എന്താണ്? പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇപ്പോൾ നമുക്ക് തൊട്ടുമുമ്പ് പഠിച്ചതാണ്. ഹീറ്റ് എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈമാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഹീറ്റും തന്നിട്ടുണ്ട്, ഇതേപോലെ ടൈമും തന്നിട്ടുണ്ട്. തരാത്ത ക്വാണ്ടിറ്റിയാണിത് നമ്മുടെ പവർ എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് പവർ ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ പവറിനൊരു ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താവും? H/T ഈക്വൽ ടു പവർ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചൂടെ? യെസ്. അപ്പോൾ നമ്മൾ അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പവർ P ഈക്വൽ ടു H/T ചെയ്തു. അപ്പോൾ H എത്രയാണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമുക്ക് ആ വാല്യൂ തന്നിട്ടുണ്ട്. ബൈ 300 എന്നുള്ള സെക്കൻഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള ഈ 0 ക്യാൻസൽ ചെയ്യാം, ഈ 0 ക്യാൻസൽ ചെയ്യാം. ബാക്കി എത്രയാണുള്ളത്? ബൈ 3 എന്ന് വരും. അപ്പോൾ നമുക്കറിയാം 4500/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെത്രയാണ്? 1500 ആണ്. നമ്മൾ കണ്ടുപിടിച്ചത് പവർ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എന്തിടണം? വാട്ട് ഇടണം. 4500/3 എന്ന് പറയുമ്പോൾ 1500. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പവർ കിട്ടി. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് എപ്പോഴും ഹീറ്റ് കണ്ടുപിടിക്കാനായിരിക്കില്ല ചോദിക്കുക. അപ്പോൾ ഹീറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ പവർ ഇൻറ്റു ടൈം ചെയ്യുന്ന ഈ ഇക്വേഷനിൽ നിന്ന് ചില കേസുകളിൽ നമുക്ക് ഇതേപോലെ പവർ എസ്റ്റിമേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് ഇക്വേഷൻ കണ്ടെത്തി അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടെത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തോ നമ്മൾ പഠിക്കാത്ത ഏതൊരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് നോക്കാം. ദ ഫിഗർ ഷോസ് നിക്രോം വയേഴ്സ് കെപ്റ്റ് അറ്റ് ദി സെയിം ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇവിടെ സെയിം ആണ് എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. നിക്രോം വയറാണ്. നിക്രോം വയറിനൊരു പ്രത്യേകത ഉണ്ട്. നമുക്കറിയാം അതൊരു ഹീറ്റിംഗ് എലമെൻ്റായി യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. എന്താണ് ഹീറ്റിംഗ് എലമെൻറ്റ്? കറണ്ട് കടന്നു പോകുമ്പോൾ ഏത് പാർട്ടാണോ ഹീറ്റ് ആകുന്നത് ആ പാർട്ടാണ് നമ്മൾ ഹീറ്റിംഗ് എലമെൻറ്റ് എന്ന് പറയാം. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസസിൽ നമ്മൾ ഹീറ്റിംഗ് എലമെൻറ്റായി കൺസിഡർ ചെയ്യുന്ന പാർട്ടാണ് എന്ത്? നിക്രോം വയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ടേക്ക് കടക്കാം. ദ ഫിഗർ ഷോസ് നിക്രോം വയർ കെപ്റ്റ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. സെയിം ടെമ്പറേച്ചറിൽ കെപ്റ്റ് ചെയ്ത നിക്രോം വയർ ആണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ PQR എന്ന് പറയുന്നത് 3 നിക്രോം വയർ ആണെങ്കിൽ കൂടി, പിയും ക്യൂവും 6 നിക്രോം വയർ ആണെങ്കിൽ കൂടി ഇവയുടെയൊക്കെ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്? 3 ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഹാസ് ഹയർ റെസിസ്റ്റൻസ്? ഇതിൽ ആർക്കാണ് ഹയർ റെസിസ്റ്റൻസ് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഹയർ റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. പീൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വളരെ കുറവാണ്. ക്യൂവിൻ്റെത് മോഡറേറ്റ് ആണ്. എന്നാൽ ആറിൻ്റെ ആണെങ്കിലോ നല്ല ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. R ഈക്വൽ ടു ρL/A എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു. അപ്പോൾ അതാണ് ഞാൻ അതേ പറഞ്ഞത്. റെസിസ്റ്റൻസ് അതേപോലെ ലെങ്ത്തും ഏരിയ ഒക്കെ വെച്ചിട്ട് അവയുടെ റിലേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, വിച്ച് ഹാസ് ഹയർ റെസിസ്റ്റൻസ് വൈ? അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന സംഭവം കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് ഇവിടെ 3 എണ്ണത്തിന് നോക്കുകയാണെങ്കിൽ 3ൻ്റെയും ലെങ്ത്ത് എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പോൾ ഇവിടെ ലെങ്ത്ത് എന്താണ്? സെയിം ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നതാണ് ഡിഫറൻറ്റ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവുള്ള ആളാരാണ്? P ആണ്. ഏറ്റവും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലുള്ള ആളാരാണ്? R ആണ്. അപ്പോൾ നമുക്ക് R ഈക്വൽ ടു ρL/A എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ നിന്ന് നമുക്കൊരു കോൺസെപ്റ്റ് അറിയാം. റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഫാക്ടർ കൂടുമ്പോൾ അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് എന്താവും? കുറയും.
വളരെ ഷോർട്ടായി പറയുകയാണെങ്കിൽ എന്താണ്, റെസിസ്റ്റൻസും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ഒന്ന് കൂടിയാൽ മറ്റേ എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ ചോദ്യം വിച്ച് ഹാസ് ഹയർ റെസിസ്റ്റൻസ് എന്നാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള ആൾ ആരായിരിക്കും, ഏറ്റവും കൂടുതൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവുള്ളത്. അപ്പോൾ ഈ PQRൽ ഏറ്റവും കൂടുതൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവുള്ള ആളാരാണ്, P ആണ്. ഏറ്റവും കൂടുതൽ തിക്നെസ് കുറവുള്ള ആളാരാണ്, P ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവുള്ള ആൾക്കായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് P ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. P ഈസ് ദി കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓഫ് ദീസ് P ഹാസ് ദ ഹയസ്റ്റ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം തൊട്ട് മുകളിൽ ചോദിച്ചതിൻ്റെ ആൻസറും താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ പഠിച്ചിട്ട് തന്നെ പോവാം. ഓഫ് ദീസ് P ഹാസ് ദ ഹയസ്റ്റ് റെസിസ്റ്റിവിറ്റി. റൈറ്റ് ഡൗൺ യുവർ കമൻറ്റ്സ് അബൌട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഡിസ്ക്രൈബ് ദ റീസൺ. അപ്പോൾ ആ റീസൺ ചോദിക്കുന്നിടത്താണ് നിങ്ങൾ എഴുതേണ്ടത് R = ρl/a. സിൻസ് resistance is inversely proportional to area of cross section. As area of cross section decreases, resistance increases. ഈ സംഭവമാണ് നിങ്ങൾ അവിടെ കണക്ട് ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പരിചയമില്ലാത്തതാണെങ്കിൽ തോന്നുന്നെങ്കിൽ കൂടി നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടുള്ളത് മാത്രമേ വരുള്ളൂ എന്നുള്ള ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. അപ്പോൾ അതുമായി നിങ്ങൾ ആ ഒരു ടൈമിൽ ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം.